വെൽക്കം ടു എസ് എഡ്യൂസോൺ LSTD ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ സീരീസ് പാർട്ട് 5 വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. A small, usually dome-shaped ornamental structure located on top of a larger dome. Option A, Tolobate. Option B, coffers. Option C, cupola. Option D, pendentives. ഇത് ആക്ച്വലി സിലബസിൻ്റെ അകത്ത് ഡോംസ് അതിൻ്റെ കമ്പോണൻസ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കുപ്പോളയാണ്. അപ്പോൾ കമ്പോണൻസ് ഓഫ് ഡോംസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ക്രൗൺ എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദ ഡോം ആണ്. എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ കർവ്ഡ് സർഫസ് ഓഫ് ദ ഡോം, ആർച്ച് പോലെ തന്നെയാണ്. പിന്നെയുള്ളത് ഇൻട്രാഡോസ് ഉണ്ട്, ഇൻറ്റീരിയർ കർവ്ഡ് സർഫസ് ആണ്. പിന്നെയുള്ളത് സ്പ്രിങ്ങിങ്, അതും ആർച്ചിൻ്റെ സെയിം ഡെഫിനിഷനാണ് വരുന്നത്. പിന്നെയുള്ളത് ഹോഞ്ചും, അതും ആർച്ചിൽ കാണുന്നതാണ് അല്ലേ. അടുത്തത് പെൻഡൻറ്റീവ്സ് ആണ്. പെൻഡൻറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലാർ ആയിട്ടുള്ള ഒരു കോൺകേവ് സെക്ഷൻ ഓഫ് മേസണറി ആണ്. അതൊരു സർക്കുലാർ ഡോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്ക്വയർ അല്ലെങ്കിൽ പോളിഗണൽ ബേസിലുള്ള സർക്കുലാർ ഡോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് പെൻഡൻറ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തുള്ള ലാൻറ്റീൻ ആണ്. ലാൻറ്റീൻ എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് വെൻറ്റിലേഷന് വേണ്ടി കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ലാൻറ്റീൻ എന്ന് പറയുന്നത്. അടുത്തത് കുപ്പോളയായിരുന്നു. അതായത് ഒരു ലാർജർ ഡോമിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്മോളർ ഡോം ഷേപ്ഡ് ഓർണമെൻ്റൽ സ്ട്രക്ചറിനെയാണ് കുപ്പോള എന്ന് പറയുന്നത്. അടുത്തത് കോഫേഴ്സ് ആണ്. കോഫേഴ്സ് റിസിസ്റ്റ് പാനൽസ് ആണ്. അത് ഡോംസിൻ്റെ സർഫസിലാണ് കാണുന്നത്. ഡെക്കറേറ്റീവ് പർപ്പസ്, അതുപോലെ തന്നെ ഡോംസിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ, ലൈറ്റൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അടുത്തത് തോളോബേറ്റ്, അല്ലെങ്കിൽ വേറൊരു പേര് ഡ്രം എന്നാണ്. അതൊരു സർക്കുലാർ അല്ലെങ്കിൽ പോളിഗണൽ വാളാണ്, ഡോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് സ്ട്രക്ചറിൻ്റെ മുകളിലേക്ക് റൈസ് ചെയ്യാനും ഈ ഡ്രംസാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് റോട്ടുണ്ട. അത് ഈ ഡോംസിൻ്റെ അകത്തുള്ള ആ ഒരു സർക്കുലാർ സ്പേസിനെയാണ് റോട്ടുണ്ട എന്ന് പറയുന്നത്. അടുത്തത് സ്ക്വിഞ്ചാണ്. സ്ക്വിഞ്ച് എന്ന് പറയുന്നത് പെൻഡൻറ്റീവ്സ് പോലെ തന്നെയുള്ളൊരു സ്ട്രക്ചറാണ്. അതും ഒരു സ്ക്വയർ അല്ലെങ്കിൽ പോളിഗണൽ ബേസിലേക്ക് ഡോംസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അടുത്തത് ഒക്യുലസ് ആണ്. ഒക്യുലസ് ഒരു ഡോംസിൻ്റെ സെൻറ്ററിൽ കാണുന്ന സർക്കുലാർ ഓപ്പണിംഗ് ആണ്, ടോപ്പിൽ കാണുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഒക്യുലസ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കമ്പണൻസിൻ്റെ ഫിഗേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. കോഫർ കാണാം അല്ലേ. കോഫർ റിസിസ്റ്റ് പാനൽസ് ആണ്. പിന്നുള്ളത് കുപ്പോള കാണുന്നുണ്ട്. പിന്നെ ഡ്രം അല്ലെങ്കിൽ തോളബേറ്റ്, പിന്നെ ലാൻഡിങ്, ഒക്യുലസ്, പിന്നെ സ്ക്വിഞ്ച്, പെൻഡൻറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ഡോംസിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിസിബിൾ ഔട്ട്ലൈൻസ് ആർ ഡ്രോൺ ആസ് ഡാഷ് ലൈൻസ്. ഓപ്ഷൻ എ കണ്ടിന്യൂസ് തിൻ, ഓപ്ഷൻ ബി തിക്ക്, ഓപ്ഷൻ സി കണ്ടിന്യൂസ് തിക്ക്, ഓപ്ഷൻ ഡി തിൻ. ആൻസർ ഇതാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി കണ്ടിന്യൂസ് തിക്കാണ്. ഓക്കെ, അപ്പം ലൈൻസ് ഓരോ ഡിസ്ക്രിപ്ഷൻസും അതുപോലെ തന്നെ എവിടെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഉള്ളത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലൈൻസ് ഏതൊക്കെ ലൈൻസാണുള്ളത്? എ ബി സി ഡി ഇ എഫ് അങ്ങനെയല്ലേ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കെ വരെയുണ്ട് റെപ്രസെൻറ്റേഷൻ, കെ വരെയാണുള്ളത്. ഐ കാണത്തില്ല. ഓക്കെ, എച്ച് കഴിഞ്ഞാൽ ജെ ആണ് ഡയറക്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ലൈൻസ് ഏതൊക്കെയാണുള്ളത്? കണ്ടിന്യൂസ് തിക്ക് ഉണ്ട്, കണ്ടിന്യൂസ് തിൻ ഉണ്ട്, പിന്നെ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ഉണ്ട്, പിന്നെ സിക്സ് ആഗ് വരുന്നുണ്ട്, പിന്നെ ഡാഷ്ഡ് തിക്ക് ഉണ്ട്, അതിനുശേഷം ഡാഷ്ഡ് തിൻ വരും, അതിനുശേഷം ചെയിൻ തിന്ന് വരുന്നുണ്ട്, പിന്നെ ചെയിൻ തിൻ, തിക്കറ്റ് എൻഡ്സ് ആൻഡ് ചേഞ്ചസ് അറ്റ് ഡയറക്ഷൻ ഉണ്ട്, പിന്നെ ചെയിൻ തിക്കുണ്ട്, പിന്നെ ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡ് ആണുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിലും ഏതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വിസിബിൾ ഔട്ട്ലൈൻസും വിസിബിൾ എഡ്ജസ് വരുന്നത് കണ്ടിന്യൂസ് തിക്കാണ്, അത് എ ലൈനാണ് വരുന്നത്. ഓക്കെ, ടൈപ്പ് എ ലൈനാണ് വരുന്നത്. പിന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടത് ഈ സെൻട്രൽ ലൈൻസ് ചോദിച്ചിട്ടുള്ളതാണ്. സെൻട്രൽ ലൈൻസ്, അതായത് G1 ചെയിൻ തിൻ
ഏതാണ്, അതായത് സെൻട്രൽ ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെയിൻ തിന്നാണ് വരുന്നത്. പിന്നെ ഈ ഷോർട്ട് സെൻട്രൽ ലൈനും ഉണ്ട്, സെൻട്രൽ ലൈനുണ്ട്. ഷോർട്ട് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് തിന്നും. സെൻട്രൽ ലൈൻ എന്ന് മാത്രം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇത് ചെയിൻ തിന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഡയമെൻഷൻ ലൈൻസ്, അത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് തിന്നാണ്. ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ, ലീഡർ ലൈൻ എല്ലാം തന്നെ കണ്ടിന്യൂസ് തിന്നാണ്. പിന്നെ ചോദിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ ലൈനിൻ്റെ അകത്ത് ചെയിൻ തിന്നാണല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ഡാഷ് തമ്മിൽ ഈവൻലി ആണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 4:1 to 6:1 ആണ് ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ലെറ്ററിങ് എ ദ ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു ഓപ്ഷൻ എ 10 equal parts, ഓപ്ഷൻ ബി 8 equal parts, ഓപ്ഷൻ സി 14 equal parts, ഓപ്ഷൻ ഡി 12 equal parts. ആൻസർ ഓപ്ഷൻ സി 14 equal parts ആണ്. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സും ന്യൂമറൽസും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഹൈറ്റ് വെച്ചിട്ട് ലെറ്ററിങ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലെറ്ററിങ് എയും ഉണ്ട്, ലെറ്ററിങ് ബിയും ഉണ്ട്. ലെറ്ററിങ് എയിൽ ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 14 equal parts ആയിട്ടും ലെറ്ററിങ് ബിയിൽ ഹൈറ്റ് 10 equal parts ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ IS കോഡ് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. IS കോഡ് 9609 ആണ് IS കോഡ് വരുന്നത്. ഓക്കെ, ഈ തന്നിരിക്കുന്നത് ലെറ്ററിങ് എൻ്റെയും ലെറ്ററിങ് ബിൻ്റെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഒരു സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ മിനിമം സ്പേസിങ് ഓഫ് ബേസ് ലൈൻസും മിനിമം സ്പേസിങ് ബിറ്റ്വീൻ വേർഡ്സ് എല്ലാം തന്നെ BAS SP 46/2003 വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ലെറ്ററിങ് എൻ്റെയും ലെറ്ററിങ് ബിൻ്റെയും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കിപ്പോവുക. അതായത് ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോവർ കേസ് ലെറ്റേഴ്സിൻ്റെ ഹൈറ്റ് ഉണ്ട്, പിന്നെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ്, വേർഡ്സ് തമ്മിലുള്ള സ്പേസിങ്, തിക്നെസ്, മിനിമം സ്പേസ് ഓഫ് ബേസ് ലൈൻസ് എല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിലും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ തന്നിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് റെക്കമെൻഡഡ് സൈസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ് ആണ് തന്നിരിക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ടൈറ്റിൽ ബ്ലോക്കിൽ വരുന്ന ഡ്രോയിങ് നമ്പറും അതുപോലെ തന്നെ കട്ടിംഗ് പ്ലെയിൻ സെക്ഷനിൽ വരുന്ന ലെറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 12 mm ആയിരിക്കും. പിന്നുള്ളത് ടൈറ്റിൽ ഓഫ് ഡ്രോയിങ്ങിന് 6 അല്ലെങ്കിൽ 8 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് MM-ലാണ്. അടുത്തത് സബ് ടൈറ്റിൽ ആൻഡ് ഹെഡിങ്ങിലാണെങ്കിൽ 3, 4, 5, 6 mm വരെ വരാം. അടുത്തത് അതുപോലെ നോട്ട്സ്, ചെസ്, ലെജൻഡ്സ്, ഷെഡ്യൂൾസ്, മെറ്റീരിയൽ ലിസ്റ്റ്, ഡയമെൻഷനിങ് എല്ലാം തന്നെ 3, 4, 5 mm-ലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് ആർ ഓപ്ഷൻ എ എക്സ്റ്റൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ആരോ ഹെഡ്സ്, ഓപ്ഷൻ ബി ട്രിം, ക്രോപ്പ്, കൺസ്ട്രക്ഷൻ ലൈൻ, ഓപ്ഷൻ സി പോളി ലൈൻ, ഹെലിക്സ്, ഓപ്ഷൻ ഡി ഡോണറ്റ്, സർക്കിൾ. ആൻസർ ഇതാണ് വരുന്നത്. ഓപ്ഷൻ എ എക്സ്റ്റൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ആരോ ഹെഡ്സ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു ഡയമെൻഷനിങ്ങിൽ ഏതൊക്കെ ലൈൻസ് ആണ് വരുന്നത്? എക്സ്റ്റൻഷൻ ലൈൻ വരും. എക്സ്റ്റൻഷൻ ലൈനെയാണ് പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈൻ കാണും, ലീഡർ ലൈൻ കാണും, ഡയമെൻഷൻ ലൈനിൻ്റെ ടെർമിനേഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഒറിജിൻ, ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കും. ഇത്രയാണ് ഒരു ഡയമെൻഷനിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഡയമെൻഷനിൻ്റെ IS കോഡ് ഇതാണ്. IS കോഡ് 11669 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഡയമെൻഷൻസ് മേ ബി റീഡ് ഫ്രം ഓപ്ഷൻ എ ബോട്ടം ഓർ ലെഫ്റ്റ് ഹാൻഡ് എഡ്ജസ്, ഓപ്ഷൻ ബി ഓൺലി ഫ്രം ബോട്ടം, ഓപ്ഷൻ സി ഓൺലി ഫ്രം ലെഫ്റ്റ് സൈഡ്, ഓപ്ഷൻ ഡി ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡാണ് ആൻസർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് അലൈൻഡ് സിസ്റ്റവും യൂണി ഡയറക്ഷണൽ സിസ്റ്റവും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് കാണിച്ചിരിക്കുന്നത്. വായിച്ചിട്ട് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് സി ബിൽഡിംഗ് ആർ ഓപ്ഷൻ എ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, ഓപ്ഷൻ ബി ബിസിനസ് ബിൽഡിംഗ്, ഓപ്ഷൻ സി ഫ്ലാറ്റ് ബിൽഡിംഗ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്.
ഓക്കെ, അപ്പോൾ എൻ ബി സിയും കെ എം ബി ആറും വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എൻ ബി സി വെച്ചിട്ട് ഗ്രൂപ്പ് എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ ഇല്ല, ജെ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ റെസിഡൻഷ്യൽ, എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അസംബ്ലി, ബിസിനസ്, മെർച്ചൻ്റൈൽ, ഇൻഡസ്ട്രിയൽ, സ്റ്റോറേജ്, ഹസാർഡസ്. അതുപോലെ കെ എം ബി ആർ വെച്ചിട്ടാണെങ്കിൽ ഗ്രൂപ്പ് A1, A2, B, C, D, E, F, G1, G2, H, I, J വരെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അതൊന്ന് നോക്കിയിട്ട് പോവാം. അതായത് ഗ്രൂപ്പ് വെച്ചിട്ടുള്ളത് ഏത് ഗ്രൂപ്പാണ് എന്നുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഇൻ എ റോ ഓഫ് ബിൽഡിംഗ് ഷാൽ നോട്ട് എക്സീഡ്. ഓക്കെ, ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 40. ആൻസർ ഓപ്ഷൻ എ 10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ദ ബേസിസ് ഓഫ് ഫയർ റെസിസ്റ്റൻസ് നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ എ ബിൽഡിംഗ് വിത്ത് ഫയർ റെസിസ്റ്റൻസ് മോർ ദാൻ 4 hours is classified as. ഓപ്ഷൻ എ ടൈപ്പ് 1, ഓപ്ഷൻ ബി ടൈപ്പ് 2, ഓപ്ഷൻ സി ടൈപ്പ് 3, ഓപ്ഷൻ ഡി ടൈപ്പ് 4. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ടൈപ്പ് 1 ആണ് വരുന്നത്. ഫയർ റെസിസ്റ്റൻസ് മോർ ദാൻ 4 hours ആണെങ്കിൽ ടൈപ്പ് 1. അടുത്ത ക്വസ്റ്റ്യൻ, സി ടൈപ്പ്, ഏരിയ ഓഫ് പ്ലോട്ട് 201 meter square to 1000 meter square. Permissible covered area is. Option A 50% of site area, option B 40% of site area, option C 30% of site area, option D 20% of site area. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 50% ഓഫ് സൈറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എ ടൈപ്പ് ആണെങ്കിൽ ഏരിയ ഒന്ന് നോക്കണം. മോർ ദാൻ 1000 meter square ആണെങ്കിൽ അവിടുത്തെ പെർമിസിബിൾ കവേർഡ് ഏരിയ 33% ഓഫ് സൈറ്റ് ഏരിയ ആയിരിക്കും. ബി ടൈപ്പിൽ ഏരിയ 501 meter square to 1000 meter square, അവിടുത്തെ പെർമിസിബിൾ കവേർഡ് ഏരിയ 40% ഓഫ് സൈറ്റ് ഏരിയ ആണ്. സി ടൈപ്പിൽ 50% സൈറ്റ് ഏരിയയും ഡി ടൈപ്പിൽ 60% ഓഫ് സൈറ്റ് ഏരിയ ആണ്. ഓക്കെ, അടുത്തത് ഒരു എക്സ്ട്രാ പോയിൻ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. പവർ സപ്ലൈ മെയിൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ആക്സസിബിൾ പാർട്ട് ഓഫ് ദ ബിൽഡിങ്ങിൽ നിന്നും ഇലക്ട്രിക്കൽ സപ്ലൈ മെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടലി ആണെങ്കിൽ 1.2 meter to 2 meter ആയിരിക്കും ആ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കലി 2.5 തൊട്ട് 3.7 meter വരെയാണ് വരുന്നത്. അത് പവർ സപ്ലൈ ലൈൻസിൻ്റെ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാല്യൂ ഏത് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടാബ്ലാർ കോളം ഒന്ന് നോക്കിയിട്ട് പോവാം. അതായത് ലോ, മീഡിയം, ഹൈ വോൾട്ടേജ് ഇതിൽ തന്നെ 11 kV വരെയും 11 kV തൊട്ട് 33 kV വരെ ആണെങ്കിൽ എത്ര വാല്യൂസാണ്, 33 kVനേക്കാളും കൂടുതലാകുമ്പോൾ എത്ര വാല്യൂസാണ് എന്നുള്ള ആ ഒരു ക്ലിയറൻസ് വാല്യൂ ഒന്ന് നോക്കിയിട്ട് പോകുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻസ് ഡ്രോൺ അറ്റ് ആൻ ആംഗിൾ 45 degree to make the section evident are. ഓപ്ഷൻ എ കട്ടിംഗ് പ്ലെയിൻ ലൈൻ, ഓപ്ഷൻ ബി ബോർഡർ ലൈൻ, ഓപ്ഷൻ സി ഹാച്ചിങ്, ഓപ്ഷൻ ഡി എക്സ്റ്റൻഷൻ ലൈൻ. ഏതായിരിക്കും ഇവിടെ വരുന്ന ആൻസർ? ഓപ്ഷൻ സി ഹാച്ചിങ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കമാൻഡ് യൂസ് ടു സെറ്റ് ഓർ ചേഞ്ച് ദ ലോവർ ലെഫ്റ്റ് കോർണർ ആൻഡ് അപ്പർ റൈറ്റ് കോർണർ ഓഫ് ദ റെക്ടാങ്കുലർ ഡ്രോയിങ് ഏരിയ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ? ഓപ്ഷൻ എ യൂണിറ്റ്സ്, ഓപ്ഷൻ ബി ലിമിറ്റ്സ്, ഓപ്ഷൻ സി ഏരിയ, ഓപ്ഷൻ ഡി സൂം. ആൻസർ ഓപ്ഷൻ ബി ലിമിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈൻ വിത്ത് എ ടേപ്പറിംഗ് വിഡ്ത്ത് ക്യാൻ ബി ഈസിലി ക്രിയേറ്റഡ് ബൈ യൂസിങ് ഡാഷ് ടൂൾ. ഓപ്ഷൻ എ സർക്കിൾ, ഓപ്ഷൻ ബി പോളിലൈൻ, ഓപ്ഷൻ സി ലൈൻ, ഓപ്ഷൻ ഡി എലിപ്സ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി പോളിലൈൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഷോർട്ട് കീ ഓഫ് ലൈൻ? ഓപ്ഷൻ എ എൽ, ഓപ്ഷൻ ബി LI, ഓപ്ഷൻ സി LNE, ഓപ്ഷൻ ഡി LIN. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ എൽ ആണല്ലേ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫയൽ എക്സ്റ്റൻഷൻ കനോട്ട് ഓപ്പൺ ഇൻ AutoCAD? ഓപ്ഷൻ എ DWG, ഓപ്ഷൻ ബി DXG, ഓപ്ഷൻ സി ഡോട്ട്, ഓപ്ഷൻ ഡി DWS.
ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ഡോട്ടാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമാൻഡ് പ്ലോട്ട് ആൻഡ് പ്രിൻറ്റ്? ഓപ്ഷൻ എ, പ്ലോട്ട് കമാൻഡ്സ് പ്രിൻറ്റ് only big plans. Option B, plot command for CNC. Option C, print command can print A3 size paper. Option D, no difference. എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് ഇല്ലല്ലേ. ഓപ്ഷൻ ഡി, നോ ഡിഫറൻസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പോളാർ കോർഡിനേറ്റ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ്. ഓപ്ഷൻ എ, ആർക്ക്. ഓപ്ഷൻ ബി, എലിപ്സ്. ഓപ്ഷൻ സി, ആംഗുലാർ ലൈൻസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് എബോ. ആൻസർ ഓപ്ഷൻ സി, ആംഗുലാർ ലൈൻസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്നാപ്പ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ കഴ്സർ മൂവ്മെൻറ്റ് ടു ദ സ്പെസിഫൈഡ് ഇൻക്രിമെൻറ്റ് എലോങ്. ഓപ്ഷൻ എ, വെർട്ടിക്കൽ ആക്സിസ്. ഓപ്ഷൻ ബി, ഹൊറിസോണ്ടൽ ആക്സിസ്. ഓപ്ഷൻ സി, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓപ്ഷൻ ഡി, പോളാർ. ആൻസർ ഓപ്ഷൻ സി, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോക്യാഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കീസ് കമാൻഡ്സിൻ്റെ ഒരു സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, അതായത് നന്നായിട്ട് റിവൈസ് ചെയ്യുകയും നോട്ട്സൊക്കെ റിപ്പീറ്റഡായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആ ഒരു പോർഷൻ എടുത്തിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ കേരള PSC ഇപ്പോൾ ഓട്ടോക്യാഡ് ആണെങ്കിൽ തന്നെയും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ വളരെ ചുരുക്കമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന നോട്ട്സൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.